പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള തോടുകളിലും പുഴകളിലും ഒക്കെ എന്തോരം മീനുകളായിരുന്നു. ഇപ്പൊ അവയൊക്കെ എവിടെ പോയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ തോടുകളിലും നദികളിലും വാണിരുന്ന നീണ്ട ശരീരമുള്ള ഈലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനഞ്ഞിൽ, വാളൻ മീൻ, പാമ്പ് മീൻ, വഴുക്കൻ മീൻ, ഇന്ത്യൻ ഫ്രഷ് വാട്ടർ ഈൽ എന്നൊക്കെ അറിയപ്പെടുന്ന അങ്കുല ബംഗാളൻസിസ്. പകൽ സാധാരണ മണ്ണിനുള്ളിലോ കുഴികളിലോ ഒളിക്കും. രാത്രി കൂടുതൽ സജീവം. ഓക്സിജൻ കുറവുള്ള വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ളവയാണ് ഇവർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ജീവിതചക്രമാണ് ഇവയുടേത്. ഒരു കാറ്റഡ്രോമസ് ഫിഷ് ആണ് ഇവ, അതായത് ശുദ്ധജലത്തിൽ വളരുകയും കടൽ വെള്ളത്തിൽ മുട്ടയിടുകയും ചെയ്യുന്ന മീനുകൾ. 5 മുതൽ 15 വർഷം വരെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന മനഞ്ഞിലുകൾ പ്രായപൂർത്തിയാകുമ്പോൾ കണ്ണുകൾ വലുതാവുകയും തൊലി വെള്ളി നിറമാവുകയും ഭക്ഷണം കഴിക്കുന്നത് കുറയുകയും ചെയ്യും. സിൽവർ ഈൽ സ്റ്റേജ് എന്നാണ് ഇതിനെ പറയുന്നത്. മഴക്കാലം എത്തുന്നതോടെ ഈ മീനുകൾ നദികളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് സമുദ്രത്തിലെത്തും. ആഴമുള്ള കടലിൽ പെൺമീനുകൾ ലക്ഷക്കണക്കിന് മുട്ടകളിടും. ആൺമീനുകൾ ആ മുട്ടയിൽ ബാഹ്യ ബീജസങ്കലനം നടത്തും. മുട്ടകൾ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. മുട്ടയിട്ടാൽ ഈ മീനുകൾ തിരികെ വരില്ല. ആഴക്കടലിൽ തന്നെ ജീവിതം അവസാനിക്കും. മുട്ടകൾ വിരിഞ്ഞ് ലെപ്റ്റോസെഫാലസ് എന്ന ഇല പോലെയുള്ള സുതാര്യമായ കുഞ്ഞുങ്ങൾ ജനിക്കും. ഇവ ഓഷ്യൻ കറൻസ് അഥവാ കടൽ പ്രവാഹം ഉപയോഗിച്ച് തീരത്തേക്കും നദീമുഖങ്ങളിലേക്കും എത്തും. ശുദ്ധജലത്തിലേക്ക് എത്തിയാൽ ഇവ രൂപം മാറി ഗ്ലാസ് സീൽ അഥവാ എൽവർ ആകും. തുടർന്ന് അപ്സ്ട്രീം പ്രയാണം നടത്തി വീണ്ടും തോട്, കുളം, പാടശേഖരം എന്നിവയിലെത്തി വളരാൻ തുടങ്ങും. അങ്ങനെ ജീവിതചക്രം വീണ്ടും തുടരും. എന്തൊരു അത്ഭുതമാണല്ലേ! എന്നാൽ ഇന്ന് ഇവയ്ക്ക് കടുത്ത വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്നല്ലേ? നദിയിലുടനീളമുള്ള ഡാമുകൾ ഈ മീനുകളുടെ കടലിലേക്കും തിരികെയുമുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു. കടലിൽ എത്താനാകാത്തതിനാൽ മുട്ടയിടൽ നടക്കുന്നില്ല. കടലിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് തിരികെ വരാനും പറ്റുന്നില്ല. പുതിയ തലമുറ അങ്ങനെ ഇല്ലാതെയാകുന്നു. കൂടാതെ ഡാമുകൾ മൂലം ജലപ്രവാഹത്തിന്റെ താളം തെറ്റുന്നത് യാത്രയെ ബാധിക്കുന്നു. സ്പിൽവേ, ടർബൈൻ എന്നിവ വഴി പോകുമ്പോൾ മീനുകൾ കൊല്ലപ്പെടുന്നു. കൂടാതെ അമിത വേട്ടയും തോട്, കുളം എന്നിവയുടെ നശീകരണവും കാലാവസ്ഥാ മാറ്റവും മലിനീകരണവും ഒക്കെ ഇവയുടെ വംശനാശത്തിന് കാരണമാകുന്നു. മറ്റു രാജ്യങ്ങൾ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുകയും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ഈ മീനുകളുടെ വംശം നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തു കഴിയുകയും ചെയ്തു. നെതർലാൻഡ് ഈ പ്രശ്നത്തിന് പരിഹാരമായി ഡാമുകളിൽ ഈൽ ലാഡർ സ്ഥാപിച്ചു. ഫ്രാൻസ് ഡാമുകളിൽ ഫിഷ് പാസേജും ഹാബിറ്റാറ്റ് റിസ്റ്റോറേഷനും നടത്തി. ജർമ്മനി മൾട്ടി ലെവൽ ഈൽ പാസ് നിർമ്മിച്ചു. കുഞ്ഞു മീനുകൾക്ക് കയറിപ്പോകുന്നതിനായി വാട്ടർ വെലോസിറ്റി കൺട്രോൾ ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കി. ലോ ടർബുലൻസ്, ഗ്രാജുവൽ സ്ലോപ്പ് എന്നിവ ഒരുക്കി. ജപ്പാൻ സ്പെഷ്യലൈസ്ഡ് ഈൽ മൈഗ്രേഷൻ ടണലുകൾ നിർമ്മിച്ചു. UK ഇവയുടെ എല്ലാം സംയുക്ത മാതൃക സ്വീകരിച്ചു. സീസണൽ ഫിഷിംഗ് ബാൻ നടപ്പിലാക്കി. ഈലുകൾക്ക് ഒളിയിടങ്ങൾ ഒരുക്കി. ഇങ്ങനെയൊക്കെ ആ രാജ്യങ്ങൾ വളരെ വിജയകരമായി അമ്പരപ്പിക്കുന്ന റിസൾട്ടോടെ ഈൽ പോപ്പുലേഷൻ തിരികെ പിടിച്ചു. നമ്മുടെ നാടും ഈ വിഷയത്തെ തിരിച്ചറിയണം, ബോധവാന്മാരാകണം. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞു പോകുന്ന ഇത്തരം ചെറുജീവികളുടെ വംശത്തെ തിരികെ പിടിക്കണം. നദികളിലൂടെ നീന്തി കടലിലേക്ക് പോകുന്ന ഈ നീണ്ട കരുത്തുറ്റ മീൻ നമ്മുടെ പ്രകൃതിയുടെ സമൃദ്ധിയും പ്രകൃതി ഒരുക്കിയിട്ടുള്ള അത്ഭുതങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും നശിച്ച് അവസാനം മനുഷ്യൻ മാത്രം ബാക്കിയാവുന്ന സ്ഥിതിവിശേഷത്തെ അല്ല വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംരക്ഷണം നമ്മുടെ കയ്യിലാണുള്ളത്. നാം നോക്കിയാൽ വരും തലമുറയ്ക്കും കാണാൻ തോടുകളിൽ തുള്ളിക്കളിച്ച് മനഞ്ഞിൽ മീനുകൾ ഉണ്ടാകും. ഈ വിവരങ്ങൾ അറിയുക, മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക.